ചേട്ടാ എന്താ ചേച്ചി? ഒന്നുമില്ലടി, നീ പോയേ. ഞാൻ പോവാ. പോണ്. അതെ, നീ പോയി നിന്റെ പുതിയ ചേച്ചിയും കുറിച്ചൊന്നു വന്നു. ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കണേന്ന് പറയരുത് കേട്ടല്ലേ? പറയരുത്. എന്ന് വിളിച്ചിട്ടുണ്ടോ? നീ എന്നെ എങ്ങോട്ടാ പിടിച്ച് വലിക്കുന്ന പാറു? ഇവിടെ ഇരിക്കായിരുന്നു, പക്ഷെ ഇപ്പൊ വേണ്ട. ഈ വന്യജീവികൾ ഇരിക്കുന്നിടത്തെ മനുഷ്യന്മാർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ അത്ര വലിയ വന്യജീവി ഒന്നുമില്ല, പക്ഷെ എന്നെ ആക്രമിക്കാൻ വന്നാ ഞാൻ വന്യജീവിയാവും. പാറു, നീ എന്തിനാ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? എന്തിനാന്ന്? ഓഹോ, അപ്പൊ കൊച്ചിനെ വിട്ടെന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നോട് ഉടക്കാനാണല്ലേ പ്ലാൻ? കൊള്ളാലോ. ചുമ്മാ കാര്യം അറിയാതെ സംസാരിക്കില്ല കേട്ടാ. നേരത്തെ അടുക്കളയിൽ നിന്ന് കണ്ണു നിറഞ്ഞപ്പോ ഒരു വിഷമം അത്ര തന്നെ. വിഷമോ? ആർക്കാ? നിനക്കോ? എടാ, നീ എന്നോട് ഈ കാണിക്കുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ പലിശ സഹിതം ഞാൻ നിനക്ക് തിരിച്ചു തരും. അന്ന് നീ കിടന്ന് മോങ്ങും. ചേച്ചി, ഇത് വല്ലാത്ത കഷ്ടമായല്ലോ. ഇത് എന്തിനാണ് ഇത്? വളർത്താൻ പിടിച്ചാലും കിയോ കിയോ, കൊല്ലാൻ പിടിച്ചാലും കിയോ കിയോ. കേറി പോയെ. ചേച്ചി വിളിച്ചു വരുത്തിയിട്ട് ഒന്ന് പോവാ ചേവിടുന്നു. പോകുന്നില്ല. എന്നാ പോകണ്ട. അതെ, നിങ്ങൾ പോണില്ലേ? നിങ്ങളാ? നീ ആരാടേ നിങ്ങളെന്നൊക്കെ വിളിക്കുന്നേ? അയ്യോ, എന്നാ പിന്നെ ചേട്ടത്തിയമ്മ പോണില്ലേ? എടാ, നീ കൂടുതൽ പരിഹസിക്കൊന്നും വേണ്ട. നീ എന്റെ അച്ഛനെ കണ്ടല്ലോ, ഞങ്ങൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. നീ എനിക്കൊരു ശല്യമാണെന്നും തലവേദനയാണെന്നും ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞോണ്ടല്ലോ, നീ പിന്നെ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതത്തില്ല. പരീക്ഷാ ഹാളിൽ വന്നിട്ട് ആണുങ്ങൾ നിന്റെ നിക്കറ് കീറും. കേട്ടോടാ കേശു? എങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു? അമ്മ കൊച്ചിനെ വിട്ട് വിളിച്ചു വരുത്തിട്ട് എന്നോട് ഉടക്കാൻ നോക്കുന്നു. എന്താടാ കേശു നിനക്ക്? അമ്മ, ഞാനൊരു സോൾവിങ്ങിന് വേണ്ടിയാണ് ചേച്ചിയെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ എന്നോട് പറയണ് 10ാം ക്ലാസ്സിലെ പരീക്ഷ നീ എഴുതൂലടാ, നിന്റെ നിക്കർ വലിച്ചു കീറുന്നു എക്സാം ഹാളിൽ വെച്ച് ആണുങ്ങള്. എന്റെ അമ്മ, ഞാനിങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തോന്ന്? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അമ്മ എവിടെ കേട്ടതാ? പറഞ്ഞില്ലേ? അയ്യോ, എന്നെ പിടിച്ചില്ലല്ലേ. എനിക്ക് അടിയുള്ള കള്ളി, പെരുങ്കള്ളി. അമ്മ കള്ളി. അമ്മ ഇവള്. ഞാൻ കള്ളൊന്നുമല്ല. കള്ളി നീയല്ല, കള്ളിതാ നീ നിൽക്കുന്ന സാധനമുണ്ട് ഇത്. നീലമ്മ എന്നെ വിളിച്ചേട്ടാ. കേറിപ്പോടാസ്തേ. ഇവിടെ അച്ഛൻ എവിടെയോ പോയി കിടക്കുക, എവിടെ പോയെന്ന് പോലും അറിയില്ല. അതെങ്ങനെ സോൾവ് ചെയ്യുന്നു പറഞ്ഞ് നിൽക്കുമ്പോഴാ അവൻ മറ്റുള്ളവരുടെ അടുത്ത് പോരിന് നിൽക്കണത്. വലിയ പ്രകടനമൊന്നും കാണിക്കില്ലാട്ടാ കേശു. കേറിപ്പോടാ. അച്ഛൻ ഒന്ന് വന്നോട്ട് കേട്ടാ, ഞാൻ കാണിച്ചു തരാം. അച്ഛൻ ഇപ്പൊ വരൂ കേട്ടാ, നീ കാത്തിരിക്കി. എന്താ ഉണ്ടായേ? ജ്യേഷ്ഠനും വിചാരിച്ച് നടന്നില്ല. എടോ, താൻ വെറുതെ അവൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. അവന്റെ സ്വഭാവം അറിയാലോ. ചെറിയ രീതിയിൽ ഒരു വെറുപ്പൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുറേ സമയം എടുക്കും അത് മാറാൻ കേട്ടാ. പിന്നെ അമ്മയാണെങ്കിൽ അച്ഛൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക. അമ്മ മാത്രമല്ല, ഞങ്ങളെല്ലാവരും. എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കാം സിദ്ധു. അതെ, ഈ കാര്യം ഇപ്പൊ കുഴിപ്പുറത്തെ അമ്മയടുത്തൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ. ആ ശരി, ഞാൻ രാത്രി വിളിച്ചോളാം. സിദ്ധു. അല്ല, സിദ്ധുവിന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞാ? എന്തു പറഞ്ഞപ്പോ? ഒന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സിദ്ധുവിന്. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ ഇവിടെ ഇല്ല, തൽക്കാലത്തേക്ക് മാറി നിൽക്കുവാണെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ എന്താ പറഞ്ഞ സിദ്ധു? സിദ്ധു പറഞ്ഞു സിദ്ധുവിന് ഭയങ്കര ടെൻഷനായി പോയി, എങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞു. എന്റെ ദൈവം, എന്ത് കഷ്ടമാണ്. അമ്മ, ചേട്ടൻ കുറച്ചു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ അച്ഛൻ്റെ 2-3 പഴയ ഫ്രണ്ട്സിന്റെ നമ്പർ ഉണ്ടായിരുന്നല്ലോ. ചേട്ടൻ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും അവിടെ ഒന്നും എത്തിയില്ലെന്ന് അവര് പറഞ്ഞു. ഇനി അന്വേഷിക്കാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്, വരുമ്പോ വരട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന്? പിന്നെ ഞാൻ എന്ത് പറയാനാ? കുറച്ച് കഴിയുമ്പോ വരും. അവിടെ ഓഫീസിൽ ഭയങ്കര പ്രഷറാന്ന്, കൊറേ അവധി എടുത്തല്ലേ. ആ, ഈ സമയത്ത് ജോലിയും കൂടെ പോയാൽ തീർന്നു. ചേട്ടൻ വേറെ ജോലിയൊക്കെ നോക്കുന്നുണ്ട്, ഇവിടെ ശമ്പളം കുറവാണല്ലോ. ഇനിയിപ്പോ അവന്റെ ഒരു കാര്യത്തിന് നമ്മളെ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എല്ലാവന്റെ ഇഷ്ടത്തിനേ കേട്ടെ. അതാ അങ്ങനെ പറഞ്ഞു. ഓ, അവന് അഭിപ്രായം പറയാനൊക്കെ 2 പേരുണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി. 2 പേരാ? ആ, അവന്റെ ഭാര്യയും പിന്നെ നീയും ഉണ്ടല്ലോ. ഞാനാ? ആ, അവന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണല്ലോ നീ. എന്താമ്മ ഇത്? ചേട്ടൻ ഒരു പ്രത്യേക സാഹചര്യത്തില് ഒന്ന് സഹായിക്കണ്ട വന്നു, ഒന്ന് കൂടെ നിൽക്കണ്ട വന്നു, അതിപ്പോ ഇത്ര വലിയ തെറ്റാണോ? അയ്യോ, നമ്മളൊന്നും പറഞ്ഞില്ലേ, തെറ്റുമോ അല്ല ശരിയോ അല്ല, അത്രയൊന്നും പറയാൻ നമുക്ക് യോഗ്യതയില്ല. എന്ത് പ്രശ്നം വന്നാലും അമ്മയാണ് കരയുന്നത്.
ലച്ചൂസേ ഓ വിഷ്ണു വിളിച്ച് എന്തേ അവൻ ഏതോ റെസ്റ്റോറൻറ്റിൽ നിൽക്കുക. അപ്പം രാത്രിയിലത്തെ ഭക്ഷണം ചിക്കനോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും. അമ്മ രാത്രി ചിക്കനും ചപ്പാത്തിയും മേടിക്കുവാണെങ്കിൽ രാത്രിയിലത്തെ പണി ഒഴിവായി കിട്ടും കേട്ടോ. എനിക്കിപ്പോ ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ കഴിക്ക്, വേണമെങ്കിൽ ഓർഡർ ചെയ്യും. ചേട്ടൻ കൊണ്ടുവരുന്നത് കേശുചേട്ടൻ കഴിക്കൂല. അപ്പൊ അവന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. വിഷ്ണു കൊണ്ടുവന്നത് നീലമ്മ കഴിക്കില്ലേ? കൊച്ചെ, എനിക്ക് ഭക്ഷണത്തോട് ദേഷ്യമൊന്നുമില്ല. എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടാ, കഴിക്കാൻ പറ്റില്ല. എന്തായാലും എനിക്ക് ചിക്കനും ചപ്പാത്തിയും വേണം. ഒരു കാര്യം ചെയ്യും, ചേട്ടനെ വിളിച്ച് പറ മേടിച്ചോണ്ട് വരാൻ. എനിക്ക് വേണം. ചിക്കനോട് ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളാം. കൊള്ളാം അല്ലേ? അപ്പൊ നമ്മള് ചിക്കനും ചപ്പാത്തിയും കഴിച്ചാ കേശു കഴിക്കൂല. പക്ഷേ ഉണ്ടല്ലോ, അവൻ ഭയങ്കര ആന കൊതിയനാണ്. അവൻ കൊതി കിട്ടിയാൽ നമ്മുടെ ജീവന് വരെ ആപത്താ. എന്നാ വിഷ്ണുവിനെ വിളിച്ച് പറയട്ടെ. ആ പെട്ടെന്ന് തന്നെ വിളിച്ചു പറ. നീലമ്മ, പപ്പ വന്ന് പ്രശ്നം ഉണ്ടാക്കിയൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. പപ്പയുടെ സംസാരം അങ്ങനെയാ. MB കഴിഞ്ഞിട്ട് നേരെ ഈ പപ്പ ഫാമിലി ബിസിനസ്സിലേക്ക് ഇറങ്ങി. ബാക്കി ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. മമ്മി പറയുന്ന പപ്പയ്ക്ക് വേദവാക്യം. അച്ഛൻ വിളിച്ചായിരുന്നമ്മ. എന്നിട്ട് വിളിച്ചാ? വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ ഇനി ആരും അന്വേഷിക്കേണ്ട, ഞാൻ പോവാന്ന്. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് പ്ലാനെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഞാൻ വീട്ടിലോട്ട് വരത്തില്ലെന്നും പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫും ചെയ്തു. പിന്നെ ട്രെയിനിലായിരുന്നു, ട്രെയിനിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു. അമ്മ അമ്മ